വണ്ടാനം മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് പിന്നീട് ഇപ്പോൾ അമൃത ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ആ കത്രിക പുറത്തെടുത്ത ശേഷം ഉഷ ജോസഫ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഉഷ ജോസഫ് ഇപ്പോൾ 24 പ്രതികരിക്കുകയാണ് അതിലേക്ക്. എൻ്റെ ഇളയ ആങ്ങളുടെ ഭാര്യ ഞാനിവിടെ വിളിച്ചിട്ടുണ്ട്, വന്നോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ലളിതാംബികയുടെ അവിടെ സ്കാൻ ചെയ്തപ്പോഴും ഇതേ കത്രിക കണ്ടിരുന്നു. ഇല്ല അതല്ല, അപ്പം മുഴയല്ലായിരുന്നു. മുഴയാണ് ലളിതാംബികയുടെ വീട്ടിൽ നമ്മൾ കണ്ട് ഓപ്പറേഷൻ ഒക്കെ നടത്തിയത്. അത് കഴിഞ്ഞാണ് ഇപ്പം 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം വേദന തുടങ്ങിയത്. അത് കഴിഞ്ഞ് വേദന തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാ ഡോക്ടർമാരുടെ അടുത്തും കാണിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ മോൻ നാസർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞാനും എൻ്റെ മോനും കൂടെ പോയി ഒന്ന് സ്കാൻ ചെയ്തച്ചും വന്നപ്പം പറഞ്ഞ് പിന്നെ വേദനയുടെ ഗുളികയെല്ലാം തന്നച്ചും പറഞ്ഞ് അങ്ങനെ ആ ഗുളികയെല്ലാം കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞ്. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം പറഞ്ഞ് മൂത്രസഞ്ചി കല്ലാണെന്നാണ് പറഞ്ഞത്. അപ്പം മൂത്രസഞ്ചി കല്ലായതുകൊണ്ട് ചിലപ്പം ചെറുതായിട്ടൊന്ന് പൊട്ടിക്കേണ്ടി വരുമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ മോൻ്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മോനും ഞാനും എൻ്റെ മോളുമായിട്ട് പോയി എക്സ്റേ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വരയാണ് കാണിക്കുന്നത്. അപ്പം മോൻ എന്നോട് പറഞ്ഞു, ഇതെന്താ ഈ വര കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ എക്സ്റേ എടുത്ത പെണ്ണ് എന്നോട് വന്നിട്ടും ചോദിച്ചു, ചേച്ചി കോപ്പർട്ടി ഇട്ടിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, യൂട്രസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കോപ്പർട്ടി ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കോപ്പർട്ടി ഒന്നും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ എക്സ്റേ പടവുമായിട്ട് ഞാനും എൻ്റെ മോനും എൻ്റെ മോളുമായിട്ട് ഞങ്ങൾ തിരുവാമ്പാടിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് മോൻ പറഞ്ഞു, ഇതെന്തോ ഒരു സംശയം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീണ്ടും എന്നെ കൊണ്ടുപോയി എന്നെ അവിടുത്തെ ഡ്രസ്സ് ഇടാതെ ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നത്. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എടുത്തപ്പോഴാണ് ഈ വയറ്റിൽ കത്രിക കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ വയറ്റിലൊരു കത്രിക കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇനിയിപ്പം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം 5 വർഷത്തോളം പണിയൊന്നും എടുക്കാൻ പറ്റാതെ പോയി. ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എനിക്ക് എൻ്റെ ആവതെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പം എന്താണ് നമ്മുടെ ആവശ്യം? എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേല എടുത്തുകൊണ്ട് തരുന്ന എൻ്റെ മോന് ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുക. മോൻ്റെ ജോലിയെല്ലാം പോയി. അതുകൊണ്ട് മോന് നല്ലൊരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ മോന് നല്ലൊരു ജോലി വേണം. പിന്നെ എനിക്ക് ശാരീരികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒരു പണിക്കും ഇനി പോകാൻ പറ്റത്തില്ല. എനിക്ക് നല്ലൊരു ഭവനം വേണം, എനിക്ക് നല്ലൊരു വീട് വേണം. അതൊക്കെ കൊണ്ട് എനിക്ക് പണി വയ്യ. വാടക കൊടുക്കുക 7500 രൂപ വെച്ച്. ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഈ വീട് ഇങ്ങനെ എടുത്തത് കൊണ്ട് ഈ ഓപ്പറേഷൻ കൊണ്ടും എനിക്ക് ഇവിടെ നിൽക്കുക. ഈ അന്വേഷണ റിപ്പോർട്ടിലെ ഡോക്ടർക്ക് വീഴ്ചയില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. വീഴ്ചയില്ലെന്നാണ് പറയുന്നത്. എവിടെ ചെയ്തതിൻ്റെ അമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ചയില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആണോ? അതൊന്നും എനിക്കറിയത്തില്ല, എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് മൂത്രം ഇപ്പോഴും എന്നെ കൊണ്ട് മൂത്രമൊക്കെ ഒഴിപ്പിച്ചു. 3-4 വട്ടം മൂത്രം ഒഴിപ്പിച്ചിട്ട് പറഞ്ഞ് പിന്നെ ചെറിയ ഇത് കാണിക്കുന്നുണ്ട്, അത് ആ മരുന്ന് കഴിച്ചുകൊണ്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ കുറ്റം, ആരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അമ്മ വിശ്വസിക്കുന്നത്? എൻ്റെ ഉത്തരവാദി എനിക്ക് തന്ന ഇത് വേദന ഈ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ലളിതാംബികയാണ്. അല്ലാതെ പിന്നെ ആരും എടുത്തിട്ടതൊന്നുമല്ല കത്രിക, അല്ല ഞാൻ വിഴുങ്ങിയതുമല്ല. അല്ല, ഈ 5 വർഷത്തിന് മുന്നേ കൊറോണയുടെ സമയത്ത് എനിക്ക് മുഴ ഓപ്പറേഷൻ ചെയ്ത ലളിതാംബികയാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നത്. നിലവിൽ ഈ കേസിൽ ഒരേ ഒരു പ്രതിയുള്ളത് ലളിതാംബികയാണ്. അന്ന് ലളിതാംബിക ടീം ലീഡറായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത ജെ ഷാഹിദ എന്ന് പറയുന്ന ഡോക്ടറാണ്. അപ്പോൾ അവരെയൊന്നും ഇതുവരെ പ്രതി ചേർക്കുക, അവർക്കെതിരെ ഇപ്പം നിലവിൽ സസ്പെൻഷനിലാണ്. പക്ഷെ അവർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്ന് അമ്മയ്ക്ക് ആവശ്യമുണ്ടോ? കൂടുതൽ നടപടി വേണം, കാരണം ഞാൻ അതുപോലെ വേദന തിന്നുന്നത്. വേദനയ്ക്ക് കൈയും കണക്കുമില്ല എനിക്ക്. ഇപ്പോഴും അവർ കാരണമല്ല ഈ വയറിങ്ങനെ കീറിപ്പോളന്ന് ഇപ്പം ഇങ്ങനെ വെക്കേണ്ടി വന്നത്. അല്ല, ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, അറിയാമോ. എനിക്കൊരു പണിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് വേദന കൊണ്ട് ഒരു തൊഴിലുറപ്പിന് പോകാൻ പറ്റുന്നില്ല. വീട്ടിലെ ജോലി തന്നെ ഇപ്പം ചെയ്യാൻ ഒക്കുന്നില്ല എനിക്ക്. വേദനയൊക്കെ നേരത്തെ അത്ര ഇല്ല, ഇപ്പൊ വേദനയൊക്കെ കുറവുണ്ട്. നമ്മൾ ആദ്യം അന്ന് രാത്രി തോബിയാസ് ചേട്ടൻ വിളിച്ച് നമ്മളാണ് ഇവിടെ ആദ്യം എത്തുന്നത്. അപ്പം അന്ന് ആദ്യ പ്രതികരണം തരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. തോബിയാസ് മുൻഗണന എടുത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. പുന്നപ്രത്തേക്ക് ഗ്രാമപഞ്ചായത്തിൽ തോബിയാസ് വന്ന് മുൻഗണന എടുത്ത് മുന്നോട്ട് നിന്ന് എല്ലാ കാര്യവും ചെയ്ത്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പത്തിന്. എം എൽ എ ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു,
തോവിയാസാണേലും വന്ന് മുൻകൈ എടുത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ കേരളം ഒന്നടങ്കം അമ്മയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു. നന്ദി പറയുന്നു. അവരും എൻ്റെ കൂടെ ഉഷ ജോസഫിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ അവർ കൃത്യമായി അവരുടെ കാര്യങ്ങൾ പറയുന്നു. നഷ്ടപരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. 5 വർഷം മുൻപ് സംഭവിച്ചതാണ്. ഇത്രയും നാൾ താൻ ആ വേദന തിന്നുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. മകന് ജോലി വേണം, ഒപ്പം ഒരു വീട് വേണം. ഇതെല്ലാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഉഷ ജോസഫ് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.